ഇല്ലേ നമുക്ക് ഒരു ഹജ്ജ് ചെയ്യാനുള്ള അവസരം, ഒരു ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായ അവസ്ഥ, ഒരു ഹജ്ജിന് വേണ്ടുന്ന എല്ലാ നിഅമത്തുകളും അല്ലാഹു നമുക്ക് തന്നിട്ടില്ലേ പ്രിയമുള്ളവരെ? ഒന്നിങ്ങനെ നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്കി. എത്ര ലാഘവത്തോടെയാണ് നമ്മൾ അതിനെ പിന്നിലേക്ക് മാറ്റിവെച്ചത്. വലിയ താക്കീതാണ് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. ഹജ്ജിനെ വൈകിപ്പിക്കുന്നവർ, ഹജ്ജ് ചെയ്യാതെ കണ്ണടക്കേണ്ടി വരുന്നവർ, മാഹും ബിമുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല. മാഹും ബിമുസ്ലിമീൻ, അവർ മുസ്ലിമീങ്ങളല്ല എന്ന പ്രയോഗം അവരെ കുറിച്ച് വന്നിട്ടുണ്ട്. ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഒരു മുസ്ലിം രാജ്യത്ത് താമസിക്കുന്ന അമുസ്ലിമീങ്ങൾ, മുസ്ലിം ഭരണാധികാരികൾക്ക് ജിസിയ നൽകണം. ആ ജിസിയ, ഹജ്ജിന് പോകാത്തവർ അവർ രാജ്യത്തിന് ആ ജിസിയ നൽകട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ വിഷയത്തിൽ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാഹും ബിമുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളല്ല. ആപത്തുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവർ, കാഫിറുകൾ മുസ്ലിം ഭരണാധികാരികൾക്ക് ജിസിയ നൽകുന്നത് പോലെ ഹജ്ജിന് പോകാത്തവർ ജിസിയ നൽകട്ടെ എന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിധി. ഈ വിഷയത്തിന്റെ ഗൗരവമാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു ചിന്തിക്കാനും എളുപ്പത്തിൽ ഇങ്ങനെയൊരു മഹത്തായ തീർത്ഥാടന യാത്രയെ കുറിച്ച് ആലോചിക്കുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.